ശ്രീമതി വിനോദിനി ബാലകൃഷ്ണൻ പറയുകയുണ്ടായി, ഇപ്പോൾ പാർട്ടി നേതൃത്വത്തിലുള്ള PB അംഗമായിട്ടുള്ള ഒരു മുതിർന്ന നേതാവ് വിളിച്ചാൽ ഫോൺ പോലും എടുക്കാറില്ല, പാർട്ടി തിരിഞ്ഞു നോക്കാറില്ല, എനിക്ക് ആരെയും ഭയപ്പെട്ട് കാര്യങ്ങൾ പറയേണ്ട അവസ്ഥയില്ല. അത് പറയേണ്ട ഒരു സാഹചര്യം വന്നത് ഇത്തവണ കണ്ണൂരിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ശ്രീ TK ഗോവിന്ദൻ അദ്ദേഹത്തിൻ്റെ ഭാര്യാസമേതം കോടിയേരി ബാലകൃഷ്ണൻ്റെ വസതിയിലെത്തുകയും അതിനെ തുടർന്നുണ്ടായ ഒരു പ്രതികരണത്തിലൂടെയാണ്. ആ രീതിയിൽ പാർട്ടിയുടെ ഒരു കരുതൽ ഈ കുടുംബത്തിനുണ്ടായിട്ടുണ്ട്. അല്ല, പാർട്ടിയുടെ കരുതൽ കുടുംബത്തിലുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞങ്ങൾ ഈ പാർട്ടിയുടെ ഒപ്പം സഞ്ചരിക്കും. പാർട്ടിയുടെ ഒരു കരുതലുണ്ടായില്ല എന്നുള്ളത് കൊണ്ട് ഈ പാർട്ടിയുടെ അടുത്ത് വിട്ടുപോകുക എന്നുള്ള സംവിധാനമൊന്നും ഞങ്ങൾ സ്വീകരിക്കില്ല. ഞങ്ങൾക്ക് പാർട്ടിയുടെ അടുത്ത് എന്തെങ്കിലും പറയാനുണ്ട്, ഇപ്പോൾ അമ്മയ്ക്ക് എന്തെങ്കിലും കാര്യം പറയാനുണ്ടെങ്കിൽ ആ പ്രത്യേകിച്ചുള്ള നിങ്ങൾ പറഞ്ഞിരിക്കുന്ന ഗോവിന്ദൻ മാഷ് വന്ന ആ കോൺടെസ്റ്റ്, ആ വന്നിരിക്കുന്ന കോൺടെസ്റ്റിൻ്റെ സമയത്തുള്ള ചില വിഷയങ്ങളെ സംബന്ധിച്ചിട്ടാണ് ഉണ്ടായിട്ടുള്ളത്. അതെന്താണ് എന്നുള്ളതിനെ സംബന്ധിച്ച് ഞങ്ങൾ നേതൃത്വത്തോട് വളരെ കൃത്യമായിട്ട് വിശദീകരിച്ചിട്ടുണ്ട്. നേതൃത്വത്തോട് എന്താണ് ആ പറയാനുണ്ടായിരുന്ന സാഹചര്യം എന്ന് കൃത്യമായിട്ട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നേതൃത്വം എന്ന് പറയുമ്പോൾ പാർട്ടി സെക്രട്ടറിയാണ് പാർട്ടിയുടെ മുഖം. ആണ്. പാർട്ടി സെക്രട്ടറിയുടെ ഭാഗമായിട്ടും ഈ പറയുന്ന ഇപ്പം പോൾ ബ്യൂറോ അംഗമായിട്ടുള്ള പ്രതിപക്ഷ നേതാവായിട്ടുള്ള പിണറായി വിജയൻ്റെ അടുത്തും ഒക്കെ ഈ പറയുന്ന കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള, ഇപ്പം ഞങ്ങൾ കണ്ണൂർ ഉള്ളതുകൊണ്ട് കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള ആളുകളടുത്തും ആയിട്ടുള്ളിടത്തും കൃത്യമായിട്ട് അതിനെ സംബന്ധിച്ചുള്ള കോൺടെസ്റ്റ് എന്താണ്, അതിൻ്റെ കോൺടെസ്റ്റ് എന്താണ് ഞങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. ഞങ്ങൾ അതാണല്ലോ ചെയ്യേണ്ടത്. ഇത്തരത്തിലേക്കുള്ള ഒരു അഭിപ്രായ പ്രകടനം ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് വന്നാൽ പാർട്ടി സ്വാഭാവികമായിട്ടും ഞങ്ങളുടെ അടുത്ത് ചോദിക്കുമല്ലോ, എന്താണ് ഇങ്ങനത്തെ ഒരു കാര്യം എന്നുള്ളതിൻ്റെ നിങ്ങളെന്താണ് നിങ്ങളുടെ ആശങ്ക. ആ ആശങ്ക ചോദിച്ചിട്ടുണ്ട്, ആ ആശങ്ക ഞങ്ങൾ പങ്കുവച്ചിട്ടുണ്ട്.